നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഉടുമ്പുന്തല മാടക്കാൽ ബണ്ടിന് സമീപം കായൽ പുറമ്പോക്ക് കയ്യേറാൻ ശ്രമിച്ചത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. മതിൽ കെട്ടാനുള്ള നീക്കമാണ് തടഞ്ഞത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യമാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. ജനുവരി 26-ന് മന്ത്രി ആർ ബിന്ദു പുരസ്കാരം സമ്മാനിക്കും. തൃക്കരിപ്പൂർ തങ്കയം ചൊവ്വേരി ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യം. CPIയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ആലപ്പാടി കിളർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു. നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് കോട്ടക്കണി ശ്രീ രാമനാഥ ക്ഷേത്രത്തിൽ സാമൂഹിക രാമനാമ താരകം പാരായണം, കർസേവകരെ ആദരിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് മഹാഗണപതി ഹോമത്തോടെയായിരുന്നു കാസർഗോഡ് കോട്ടക്കണി ശ്രീ രാമനാഥ ക്ഷേത്രത്തിൽ തുടക്കമായത്. ദീപാരാധന, ഭജന എന്നിവയും നടന്നു. തുടർന്ന് സാമൂഹിക രാമനാമ താരകം പാരായണം, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവ നടന്നു. കർസേവകരെ ആദരിക്കുകയും ചെയ്തു. ಅದೆಷ್ಟು ಜನ ತಮ್ಮ ಪ್ರಾಣವನ್ನು ಆವತ್ತೇ ಅರ್ಪಿಸಿದ್ದಾರೆ. ಆ ಪ್ರಾಣಗಳು ಆವತ್ತೇ ಪ್ರತಿಷ್ಠಾಪನೆಗೊಂಡಿದೆ. ನಮ್ಮ ಆದರಣೀಯರಾದಂತಹ ನಮ್ಮ ಭಾರತದ ಪ್ರಧಾನಮಂತ್ರಿಯವರ ಸಂಕಲ್ಪ ಆ ಶ್ರೀರಾಮ ಭಕ್ತರಿಗೆ ತನ್ನ ಪ್ರಾಣವನ್ನು ಸೇರಿಕೊಳ್ಳಬೇಕು ಎಂಬ ಆ ಚೈತನ್ಯ ಅಲ್ಲಿ ಇದ್ದರೆ ಇಡೀ ಜಗತ್ತಿಗೆ ಶ್ರೀರಾಮಚಂದ್ರನು ಹೇಗೆ ಬದುಕಿದ್ದಾನೆ, ಹೇಗೆ ಬಾಳಿ ಬದುಕಿದ್ದಾನೆ, ಹೇಗೆ ಧರ್ಮಾಚರಣೆಯನ್ನು ಮಾಡಿದ್ದಾನೆ ಎಂಬುದು ಕಾಣುತ್ತಾಗಿದೆ. ಆ ದೃಷ್ಟಿಯಿಂದ ಆ ಮಹಾಸಂಕಲ್ಪ ಇವತ್ತು ಪೂರ್ಣವಾಗಿದೆ. ബാലഗോകുലം കാസർഗോഡ് ജില്ലാ രക്ഷാധികാരി ശങ്കരനാരായണ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി. അന്നദാനം, തുടർന്ന് വിവിധ സംഘങ്ങളുടെ ഭജന, സമാപന പരിപാടി എന്നിവ നടന്നു. ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് കേളുകുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് കേളുകുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ 9 മണി മുതൽ ബാലഗോകുലം കുട്ടികളുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ ഭജന നടന്നു. ഉച്ചയ്ക്ക് മഹാപൂജ, ശ്രീരാമ താരക മന്ത്രജപം എന്നിവയും നടന്നു. ഭക്തജനങ്ങൾക്കുള്ള അന്നദാനവും നടന്നു. വൈകുന്നേരം പ്രദേശത്തെ വീടുകളിൽ വിളക്ക് തെളിയിച്ച് പ്രാണപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. മന്ദിരത്തിൽ വൈകുന്നേരം ദീപോത്സവവും മഹാപൂജയും നടക്കും. പ്രസാദ വിതരണത്തോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ശ്രീ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ രാമമന്ദിരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ശ്രീരാമന് വിശേഷ പൂജ നടത്തി. നൂറുകണക്കിന് വിശ്വാസികൾ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ശ്രീ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ രാമമന്ദിരത്തിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഞായറാഴ്ച മുതൽ തന്നെ വിവിധ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ 3 ലക്ഷം രാമനാമജപ മന്ത്രം ഉരുവിട്ടു.
വനവാസം കഴിഞ്ഞ ശ്രീരാമനും ലക്ഷ്മണനും സീതയും അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസത്തെ രംഗം അനുസ്മരിച്ച് വൈകുന്നേരം ശ്രീരാമ ലക്ഷ്മണ സീതാ വേഷധാരികളായ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. പ്രാണപ്രതിഷ്ഠാദിനമായ തിങ്കളാഴ്ച വിവിധ ചടങ്ങുകൾ മന്ദിരത്തിൽ നടന്നു. 3 ലക്ഷം രാമനാമ ജപങ്ങളുടെ ഹോമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ മന്ദിരത്തിൽ ശ്രീരാമന് വിശേഷ പൂജ നടത്തി. തുടർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ സമാജത്തിലെ അംഗങ്ങളായ കർസേവകരെ ആദരിച്ചു. രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ച പൂജാ ചടങ്ങുകളിൽ പ്രദേശത്തെ നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഉടുമ്പന്തല മാടക്കാൽ ബണ്ടിന് സമീപം കായൽ പുറമ്പോക്ക് കയ്യേറാൻ ശ്രമം. വിനോദസഞ്ചാരികളുടെ വാഹന പാർക്കിംഗ് ഏരിയയിൽ റോഡിനടുത്ത് മതിൽ കെട്ടാനുള്ള നീക്കം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. സർക്കാർ ഭൂമി കയ്യേറി മതിൽ കെട്ടാനുള്ള ശ്രമം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തടയുകയായിരുന്നു. സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിലെ ഉടുമ്പതല മാടക്കാൽ ബണ്ട് പരിസരത്തെ പുഴ പുറമ്പോക്ക് ഭൂമിയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം മതിൽ കെട്ടാനുള്ള നീക്കമാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. കായൽ ഭംഗി ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തിയിടുന്ന ഭാഗത്താണ് ചെങ്കല്ലിറക്കി മതിൽ കെട്ടാൻ ശ്രമമുണ്ടായത്. റോഡിനോട് ചേർന്ന് മതിൽ നിർമ്മാണത്തിന് കുഴിയെടുക്കുന്ന തൊഴിലാളികളോട് പണി നിർത്തിവെക്കാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ കെ നജ്മുദ്ദീന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. കായലിന്റെയും ഉണ്ടക്കണ്ടലുകളുടെയും മാടക്കാൽ ബണ്ടിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ നിരവധി സഞ്ചാരികളാണ് നിത്യവും എത്തുന്നത്. സഞ്ചാരികൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തു വന്നിരുന്ന സ്ഥലത്ത് മതിൽ കെട്ടാനുള്ള നീക്കമാണ് പഞ്ചായത്ത് അധികൃതർ തടഞ്ഞത്. പാതയോരം കയ്യേറാനുള്ള നീക്കം ചെറുക്കണമെന്നും സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അച്ചടി ദൃശ്യമാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. ജനുവരി 26-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഹാളിൽ നടക്കുന്ന പ്രസ് ഫോറം അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ വെച്ച് മന്ത്രി ആർ ബിന്ദു പുരസ്കാരം സമ്മാനിക്കും. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സ്ഥാപക പ്രസിഡന്റ് MV ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർത്തയ്ക്കുള്ള പുരസ്കാരത്തിന് കണ്ണൂർ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ PP ലിബീഷ് കുമാർ അർഹനായി. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച പറക്കും റോ പരമ്പരയ്ക്കാണ് പുരസ്കാരം. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സുരേന്ദ്രൻ നീലേശ്വരം സ്മാരക മാധ്യമ പുരസ്കാരത്തിന് ഏഷ്യാനെറ്റ് ചീഫ് റിപ്പോർട്ടർ ഫൈസൽ ബിൻ അഹമ്മദ് അർഹനായി. 1400 ജലതുരങ്കങ്ങൾ നിർമ്മിച്ച കുഞ്ഞമ്പുവേട്ടന്റെ ത്യാഗപൂർണമായ ജീവിതത്തിന്റെ സഫലതയും പ്രകൃതിബോധവും പ്രതിഫലിപ്പിച്ച വാർത്തയ്ക്കാണ് പുരസ്കാരം. ഈ വാർത്തയ്ക്ക് ദൃശ്യപൊലിമ നൽകിയ ക്യാമറാമാൻ സുനിൽകുമാർ വേപ്പ ജൂറി സമിതിയുടെ പ്രത്യേക പരാമർശത്തിനും അർഹനായി. സുനിലിനെയും പ്രസ് ഫോറം ഉപഹാരം നൽകി അനുമോദിക്കും. അട്ടക്കാട്ടെ ആദ്യകാല കർഷക സംഘം പ്രവർത്തകൻ തോട്ടോൻ കോമൻ മണിയാണിയുടെ സ്മരണയ്ക്ക് കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ മികച്ച ഗ്രാമീണ റിപ്പോർട്ടറിനുള്ള മാധ്യമ പുരസ്കാരത്തിന് ദേശാഭിമാനി ചെറുവത്തൂർ ലേഖകൻ വിജിൻദാസ് കിനാത്തിൽ അർഹനായി. മടിക്കയിലെ ആദ്യകാല കർഷക കമ്മ്യൂണിസ്റ്റ് നേതാവ് KV രാമുണ്ണിയുടെ സ്മരണയ്ക്കായി കുടുംബം സായാഹ്ന പത്രങ്ങളിലെ റിപ്പോർട്ടർമാർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഉത്തരദേശം ലേഖകൻ സുരേഷ് പയ്യങ്ങാനം അർഹനായി. കവുങ്ങ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ വിശദീകരിച്ച റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് അർഹമായത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ AM ശ്രീധരൻ, മാധ്യമപ്രവർത്തകരായ TK നാരായണൻ, KV ബൈജു, ബാബു കോട്ടപ്പാറ എന്നിവരടങ്ങിയ ജൂറി സമിതിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. MV ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മികച്ച വാർത്തയ്ക്കുള്ള അവാർഡ് കണ്ണൂർ മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ PP ലിബീഷിനാണ് ലഭിച്ചിട്ടുള്ളത്. സുരേന്ദ്രൻ നീലേശ്വരത്തിൻ്റെ പേരിൽ നൽകുന്ന മാധ്യമ അവാർഡിന് ഏഷ്യാനെറ്റ് ചീഫ് റിപ്പോർട്ടർ ഫൈസൽ ബിൻ അഹമ്മദ് അർഹനാണ്. 5001 രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 26-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഹാളിൽ നടക്കുന്ന പ്രസ് ഫോറം അംഗങ്ങളുടെ കുടുംബ സംഗമത്തിൽ വെച്ച് മന്ത്രി ആർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ തങ്കയം ചൊവ്വേരി ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി CPI നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകളും അശ്രദ്ധയും മൂലം വാഹനാപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. തൃക്കരിപ്പൂർ കാലിക്കടവ് റോഡും തങ്കയം തലിച്ചാലം ബൈപ്പാസ് റോഡും നവീകരിച്ചതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി പെട്ടെന്ന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗവും തങ്കയം ജംഗ്ഷനെ തിരക്കേറിയ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്.
വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറിയ ജംഗ്ഷനിൽ ഒരാഴ്ചയ്ക്കിടയിൽ 2 അപകടങ്ങളിലായി 4 ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് CPI തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കാലിക്കടവ് തൃക്കരിപ്പൂർ റോഡിലും തങ്കയമുക്ക് തലിച്ചാലം ബൈപ്പാസിലും ഉപരോധം നടത്തിയത്. തങ്കയം ജംഗ്ഷനിലേക്ക് തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഉപരോധ സമരം നടത്തിയത്. CPI തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി M ഗംഗാധരൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. അടിക്കടി തങ്കയമുക്കിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടം അതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ള ആവശ്യം മുൻനിർത്തി ഇത്തരത്തിലൊരു ഉപരോധ സമരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായ ട്രാഫിക് സംവിധാനമാണ്. അത് കൃത്യമായി നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ലോക്കൽ കമ്മിറ്റി അംഗം T നസീർ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MP ബിജീഷ്, ജില്ലാ കൗൺസിൽ അംഗം A അമ്പുഞ്ഞി, പിലിക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV രവി, മണ്ഡലം കമ്മിറ്റി അംഗം PP നാരായണൻ എന്നിവർ സംസാരിച്ചു. ഉപരോധത്തിന് KV ഗോപാലൻ, P ചന്ദ്രൻ, K മധുസൂദനൻ, T രാമകൃഷ്ണൻ, K ഗംഗാധരൻ, KV ദിലീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആലമ്പാടി കിളർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു. ഖത്തീബ് PV അബ്ദുൽ സലാം ദാരിമി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ആലമ്പാടി കിളർ ജുമാ മസ്ജിദിൽ അബ്ദുൾ അബ്ബാസ് കിളർ തങ്ങളുടെ പേരിൽ 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു. ഖത്തീബ് PV അബ്ദുൽ സലാം ദാരിമി സിയാറത്തിന് ശേഷം പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. ജമാഅത്ത് പ്രസിഡന്റ് K അബ്ദുള്ള കുഞ്ഞി ഹാജി, ജനറൽ സെക്രട്ടറി A മമ്മിഞ്ഞി, ഖജാൻജി MM ഹമീദ്, മഹൽ ഭാരവാഹികൾ, ഉറൂസ് സബ് കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം പ്രൗഢമായ അന്തരീക്ഷത്തിൽ നടന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവരിലും സ്നേഹവും സൗഹാർദ്ദവും വെച്ചു പുലർത്താനുള്ള കേന്ദ്രങ്ങളാണ് മസ്ജിദുകളെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ജമാഅത്ത് പ്രസിഡന്റ് K അബ്ദുള്ള കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി A മമ്മിഞ്ഞി സ്വാഗതം പറഞ്ഞു. UM അബ്ദുൾ റഹ്മാൻ മൗലവി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, അഹമ്മദ് ദേവർകോവിൽ MLA, അബ്ദുൽ മജീദ് ഭാഗവി, KB മുഹമ്മദ് കുഞ്ഞി, PV അബ്ദുൽ സലാം ദാരിമി, NA അബൂബക്കർ ഹാജി എന്നിവർ സംസാരിച്ചു. ഒന്നിൽ ഇമാറത്തുൽ മസാജിദ്, പള്ളികൾ ഇമാറത്ത് ചെയ്യുക. ആ പള്ളികളിലൂടെ ഇസ്ലാം ദീനിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ 2 ദൗത്യങ്ങളാണ്. അവർ പൂർണ്ണമായി അതിൽ വിജയിച്ചുകൊണ്ടാണ് തിരിച്ചുപോയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോഴേ ഖുർആൻ പറഞ്ഞ ഇന്നമായ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ ഇമാറത്ത് ചെയ്യേണ്ടത് മൻ ആമന ബില്ലാഹ്, പൂർണ്ണ ഈമാനുള്ളവരാണ്. യഹിയൽ ബുഖാരി തങ്ങൾ, ഹുസൈൻ തങ്ങൾ മസ്തിക്കുണ്ട്, അബൂബക്കർ ഫൈസി, അഷ്റഫ് ഫൈസി എരിയപ്പാടി, അബൂബക്കർ ദാരിമി പടിഞ്ഞാറമൂല, ഹാഫിൾ ഉമറുൽ ഫാറൂഖ് അസ്ഹരി, ജഫർ സഹദി ഏർമാളം, ഹംസ വഹബി കുഞ്ഞിക്കാനം, അബൂബക്കർ സിദ്ദിഖ് ദാരിമി ബെള്ളൂറടുക്കം, ഖമറുദ്ദീൻ ഫൈസി നാൽത്തടുക്ക, ഷാക്കിർ സഹദി വലിയമൂല, MM ഹമീദ് മിഹ്റാജ് തുടങ്ങിയവരും സംബന്ധിച്ചു. ഉറൂസ് നേർച്ച 28-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനവുമായി ലക്ഷ്മണൻ പെരിയടുക്ക. പ്രദേശവാസികളായ വയോജന സ്ത്രീകൾക്ക് വസ്ത്രവിതരണം നടത്തിയായിരുന്നു മാതൃകാ പ്രവർത്തനം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം ജീവകാരുണ്യത്തിനുള്ള ദിനമാക്കി ഇച്ചിലമ്പാടിയിലെ ലക്ഷ്മണൻ പെരിയടുക്ക. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പെരിയടുക്കയിലെ ശ്രീദേവി, രാമചന്ദ്രപ്രസാദ് എന്നിവരുടെ ശബരി ആശ്രമത്തിൽ വെച്ച് വയോജന സ്ത്രീകൾക്ക് വസ്ത്രവിതരണം നടത്തി. ഫോട്ടോയും ദക്ഷിണയായി നൽകി. അന്നദാനവും നടത്തി. പരിപാടിയിൽ കന്നഡ കവി രാധാകൃഷ്ണൻ ഉളിയത്തടുക്ക, ബാബു നെല്ലിക്കട്ട, രാഘവൻ ഉദുമ, പൊന്നപ്പൻ അമ്മങ്കോട്, ബേഡു കള്ളക്കട്ട, ഗണേഷ് പാടി, ശിവരാം പാടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ്
പുലിക്കുന്ന് റോഡിലെ ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്ന ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത് നിരവധി ഭക്തജനങ്ങൾ അനുഗ്രഹം ഏറ്റുവാങ്ങി. കാസർഗോഡ് പുലിക്കുന്ന് ആനവാതുക്കൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ വർഷം തോറും നടത്തിവരുന്ന തിരുവപ്പന മഹോത്സവം ഇത്തവണയും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. 2 ദിവസങ്ങളായി നടന്ന ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്തർ ഒഴുകിയെത്തി. ഞായറാഴ്ച പുലർച്ചെ 5 മണിക്കായിരുന്നു തിരുവപ്പന വെള്ളാട്ടം നടന്നത്. ഉച്ചയ്ക്ക് 12:30 അന്നദാനം, 4 മണിക്ക് മലകയറ്റൽ എന്നിവയും നടന്നു. തുടർന്ന് ദീപാരാധന, വിവിധ സംഘങ്ങളുടെ ഭജന എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് തിരുവപ്പന വെള്ളാട്ടത്തിന്റെ അനുഗ്രഹം തേടി സന്നിധിയിലെത്തിയത്. ഉത്സവത്തിന്റെ ആദ്യ ദിനമായ ശനിയാഴ്ച ശ്രീ മുത്തപ്പൻ ദൈവത്തിന്റെ വെള്ളാട്ടം, ഗുളികന് കലശവും കോഴി സമർപ്പണവും, മലയിറക്കൽ, ദീപാരാധന, തിരുമുൽക്കാഴ്ച സമർപ്പണം എന്നീ ചടങ്ങുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സഹകാരി സംഗമം സംഘടിപ്പിച്ചു. സഹകാർ ഭാരതി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഉദയ് ജോഷി ഉദ്ഘാടനം ചെയ്തു. സഹകാർ ഭാരതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് സഹകാരി സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് ടൗൺ ബാങ്ക് ഹെഡ് ഓഫീസ് സെന്റിനറി ഹാളിൽ നടന്ന പരിപാടി സഹകാർ ഭാരതി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഉദയ് ജോഷി ഉദ്ഘാടനം ചെയ്തു. Amit Shah has also informed that there are only 2 states in our country which are not properly responding the central government for any type of development in cooperative sector. One is Paschim Bengal, West Bengal, and another is Kerala. Otherwise, almost all states are cooperating with the Central Cooperative Department voluntarily and not by the provision of any particular act. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം കരുണാകരൻ നമ്പ്യാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐത്തപ്പ മൗവാർ, മഹിളാ സെൽ പ്രമുഖ ശ്യാമള പത്തെടുക്ക തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് IMAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. IMA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജിതേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. IMAയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ഡോക്ടർമാർക്കായി ശില്പശാല നടത്തി. ശില്പശാല കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജിതേന്ദ്ര റൈ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സെക്രട്ടറി പ്രജോദ് ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാസിം, ഡോക്ടർ വികാസ് രഞ്ജൻ, ഹാഷിം അലി അഷ്റഫ്, IAP കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ K ഗോപാലകൃഷ്ണ, ഡോക്ടർ സുന്ദര ആനമജൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1973 ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 4ാം തവണയാണ് പഴയ ഓർമ്മകളുമായി 1973 ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നത്. കലാലയ ഓർമ്മകളുടെ മധുരമൂറുന്ന ഓർമ്മകളിൽ നനഞ്ഞ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1973 ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുകൂടി. ഇത് 4ാം തവണയാണ് പഴയ ഓർമ്മകളുമായി 1973 ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നത്. പ്രസിഡന്റ് AK നായർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. രഘുനാഥ് CC, മോഹനൻ നായർ KN മോഹനൻ, അരവിന്ദൻ NV, വിജയൻ K തുടങ്ങിയവർ സംസാരിച്ചു. ഉടുപ്പിയിലെ യോഗ പരിശീലകൻ സഹപാഠി വേണുഗോപാൽ ഭട്ടിനെ സംഗമത്തിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. വേണുഗോപാലൻ, N രമണി, പ്രസന്നകുമാരി, തമ്പാൻ നായർ, കുമാരൻ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ഒരു ദിവസം നീണ്ട കൂടിച്ചേരൽ പൂർവ്വ വിദ്യാർത്ഥികൾ ആഘോഷമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഞ്ചേശ്വരത്ത് കടൽത്തീര ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 200-ലധികം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ കടൽത്തീര ശുചീകരണ പരിപാടി നടന്നു. കണ്ണോത്തീർത്ത, കുണ്ടുകുളക്കെ, കടപ്പുറം എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ಪಂಚಾಯತ್ ಪ್ರೆಸಿಡೆಂಟ್ ಜೀನ್ ಲವಿನೋ ಮೊಂದೇರೋ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಕಲೆಕ್ಟರ್ ಕೊಟ್ಟು ನೀಡಿರುವಂಥ ಆದೇಶದ ಪ್ರಕಾರ ಕಡಲ ತೀರದ ಶುಚೀಕರಣ ಕಾರ್ಯಕ್ರಮವನ್ನು ಇವತ್ತು ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಯಿಂದ 10 ಗಂಟೆವರೆಗೆ ನಾವು ಹಮ್ಮಿಕೊಳ್ಳಲಾಗಿತ್ತು. ಇದಕ್ಕೆ ಪಂಚಾಯತಿನ ಎಲ್ಲ ಸದಸ್ಯರು, ಕುಟುಂಬಶ್ರೀಯ ಸದಸ್ಯರು, ಹರಿತಕರ್ಮ ಸೇನೆಯವರು, ಆಶಾ ವರ್ಕರ್ನವರು ಹಾಗೂ ಇತರ ಎಲ್ಲ ಕ್ಲಬ್ಬಿನ ಸದಸ್ಯರು ಹಾಗೂ ಇಲ್ಲಿ ನಾಗರಿಕರು ಎಲ್ಲರೂ ಸಹಕಾರ ಕೊಟ್ಟಿದ್ದಾರೆ. NSS ನಮ್ಮ ಮಕ್ಕಳು ಸಮೇತ ಕಾಲೇಜಿನಿಂದ ಬಂದು ಇಲ್ಲಿ ನಮಗೆ ಸಹಕಾರ ಕೊಟ್ಟಿದೆ. ತುಂಬ ಚಂದದ ರೀತಿಯಲ್ಲಿ ಬೀಚನ್ನು ನಾವು ಕ್ಲೀನ್ ಮಾಡಿದ್ದೇವೆ. ಇದಕ್ಕೆ ಸಹಕಾರ ಕೊಟ್ಟಂಥ ಎಲ್ಲ ಮಂಜೇಶ್ವರದ ಜನತೆಗೆ ನಾನು ಹಾರ್ದಿಕವಾಗಿ ಮನಸ್ಸಿನಿಂದ ತುಂಬ ಹೃದಯದಿಂದ ನಾನು ಧನ್ಯವಾದವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദീഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ ബഡാജെ, മെമ്പർമാരായ ലക്ഷ്മണ, വിനയ ഭാസ്കർ, മുംതാസ് സമീറ, രാജേഷ്, റുബീന, ആദർശ, രേഖ, ജൈബുനിസ, മറ്റു ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി സുധീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ, ലോ കോളേജ് NSS വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥരുൾപ്പെടെ 200-ലധികം പേർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം സമാപിച്ചു. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്ക് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ കോർപ്പറേഷൻ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡും OEC ഗ്രാന്റും അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്ക് ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക വർക്കിംഗ് പ്രസിഡന്റ് PV ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ VV പ്രഭാകരൻ, K. ഭാസ്കരൻ, സംസ്ഥാന സെക്രട്ടറി PK ജനാർദ്ദനൻ, വനിതാവേദി സംസ്ഥാന പ്രസിഡന്റ് ലതിക രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി K. ജിതേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K. പിതാംബരൻ, A. മണി, TV മോഹനൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി K. ജിതേഷ് കുമാർ സ്വാഗതവും K. സുനുകുമാർ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി K. വിജയനെ പ്രസിഡന്റായും, കൊട്ടൻപെരിയ, കുഞ്ഞികൃഷ്ണൻ എരിക്കുളം, PV മല്ലിക എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. K. ജിതേഷ് കുമാറിനെ സെക്രട്ടറിയായും, K. സുനുകുമാർ, മഹേഷ് PV, അജേഷ് മഠത്തിൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, K. കുമാരനെ ട്രഷററായും തെരഞ്ഞെടുത്തു. JDS ജില്ലാ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന സെക്രട്ടറി KV ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ JDS മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് ജനതാദളിലെ സംസ്ഥാന സെക്രട്ടറി KV ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ ചേർന്ന JDS ജില്ലാ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് PP രാജു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുഭാഷ്, നൌഫൽ കാഞ്ഞങ്ങാട്, K. ഹരിഹർകുമാർ, CBK സന്തോഷ്, കരീം മയിൽപ്പാടി, വെങ്കടേഷ്, ദിലീപ് മേടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ഉടുമ്പന്തല മാടക്കാൽ ബണ്ടിന് സമീപം കായൽ പുറമ്പോക്ക് കയ്യേറാൻ ശ്രമിച്ചത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. മതിൽ കെട്ടാനുള്ള നീക്കമാണ് തടഞ്ഞത്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ അച്ചടി ദൃശ്യമാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. ജനുവരി 26-ന് മന്ത്രി R. ബിന്ദു പുരസ്കാരം സമ്മാനിക്കും. തൃക്കരിപ്പൂർ തങ്കയം ചൊവ്വേരി ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യം. CPIയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ആലപ്പാടി കിളർ ജുമാ മസ്ജിദ് ഉദയാസ്തമന ഉറൂസ് നേർച്ചയ്ക്ക് പതാക ഉയർന്നു. നവീകരിച്ച മസ്ജിദിന്റെ ഉദ്ഘാടനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.